ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉൽക്ക വീണ് രൂപപ്പെട്ട നക്ഷത്രക്കുളം എന്നറിയപ്പെടുന്ന ഒരു വലിയ ഗർത്തത്തെ പറ്റിയുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ. ഈ ഭീകരഗർത്തം ഉണ്ടായതിൻ്റെ കഥ പറയാം. 3500 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു രാത്രിയിൽ ശാന്തമായി കിടക്കുന്ന മരുഭൂമിയുടെ മുകളിൽ ആകാശത്ത് ഒരു തീഗോളം പ്രത്യക്ഷപ്പെടുന്നു. അതിവേഗം ഈ മരുഭൂമിയെ ലക്ഷ്യമാക്കി അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ഭൂമിക്ക് താങ്ങാനാവതിലും അപ്പുറമായിരുന്നു ആ പ്രഹരം. ശേഷം അതൊരു ഭീകരഗർത്തമായി മാറുന്നു. എല്ലാ മരുഭൂവിലെയും പോലെ ജലലഭ്യതയില്ലാത്ത പ്രദേശമായിരുന്നു ഇവിടെ. എന്നാൽ ഉൽക്ക വീണ് ഈ വലിയ ഗർത്തം രൂപപ്പെട്ടതിന് പിന്നാലെ ഭൂഗർഭജലം ഈ ഗർത്തം മുഴുവൻ നിറഞ്ഞു പൊങ്ങി. അതിൻ്റെ പ്രധാന കാരണം ഈ ഗർത്തത്തിൻ്റെ ആഴം തന്നെയായിരുന്നു. 185 മീറ്ററാണ് ഈ ഗർത്തത്തിൻ്റെ ആഴം. തൽഫലമായി അൽഖർജ് എന്ന ഈ പ്രദേശം ഫാമുകളുടെയും കൃഷിയിടങ്ങളുടെയും വലിയൊരു ഹബ്ബായി മാറി. മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ചെറിയ കൃത്രിമ കനാലുകൾ വഴി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വെള്ളം പമ്പ് ചെയ്യാനായി ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മോട്ടറാണ് നമ്മളീ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ ഗർത്തത്തിലെ ജലലഭ്യത കുറഞ്ഞു വന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത് നിർത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജലത്തിൻ്റെ കണിക പോലുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രദേശത്ത് ഒരു രാത്രിയിൽ വലിയ പ്രകാശത്തോടുകൂടി ഒരു വസ്തു വന്ന് വീഴുന്നു. അവിടെ വലിയൊരു ഗർത്തം രൂപപ്പെടുന്നു. ആ ഗർത്തത്തിൽ ജലസമൃദ്ധി ഉണ്ടാകുന്നു. കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥയായി തോന്നാമെങ്കിലും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ല. ഇതിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിരിക്കുന്ന അറേബ്യൻ പരമ്പരാഗത രീതിയിലുള്ള വീടുകളാണിത്. ഈ ഉൽക്ക പതിക്കുന്ന സമയത്ത് ഇതിൻ്റെ 2 ചെറിയ കഷ്ണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായി വീണിരുന്നു. അവിടെ 2 ചെറിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാന ഭാഗം വീണ ഇവിടെയാണ് ഇത്രയും വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടത്. 61 മീറ്റർ വീതിയും 185 മീറ്റർ ആഴവുമാണ് ഇതിനുള്ളത്. ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ ഈ ഗർത്തത്തിൻ്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിരുന്നു. ഒരു വലിയ കിണർ കാണുന്നത് പോലെയാണ് എനിക്കും തോന്നിയത്. എന്നാൽ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് ക്യാമറയിലൂടെ ഒരിക്കലും ഇതിൻ്റെ വലിപ്പവും ആ രൂപവുമൊന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. അത്രയും അവർണ്ണനീയമായിരുന്നു
നേരിട്ട് കണ്ടപ്പോഴുള്ള എൻ്റെ അനുഭവം. ഒരു വലിയ ഭാരം ഭൂമിയെ ഇടിച്ചിറക്കി ഞെരിച്ചമർത്തി ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ ആ അവശേഷിപ്പുകൾ അതെന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നത്തെ വീഡിയോകളെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സൗദി അറേബ്യയിലെ നിറമുള്ള കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.